തെരുവിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പഴകിയതും എച്ചിൽ നിറഞ്ഞതുമായ ഭക്ഷണങ്ങൾ പെറുക്കി തിന്നുന്ന ദയനീയ രംഗങ്ങൾ കണ്ട് എത്ര പേരുടെ മനസ്സ് അലിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ തൃശ്ശൂരിലെ ഹോമിയോ ഡോക്ടറായ എറണാകുളം വൈപ്പിൻ ഓച്ചന്തുരുത്ത് സ്വദേശി ഡോക്ടർ ജോജോ കെ ജോസഫ് അങ്ങനെയല്ല. 6 വർഷം മുമ്പ് തെരുവിലെ ചവറ്റുകൂനയിൽ നിന്ന് ചീഞ്ഞുനാറിയ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃദ്ധനെ കണ്ടതോടെ ആ ദൃശ്യം ഡോക്ടറുടെ മനസ്സിൽ മായാതെ കിടന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ വാങ്ങി ഓട്ടോ വിളിച്ച് തെരുവിൽ അലയുന്ന വൃദ്ധരും മാറാരോഗികളും വികലാംഗരും അന്ധരുമായവർക്ക് വിതരണം ചെയ്തു. അന്നു മുതൽ ആരംഭിച്ച പൊതിച്ചോറ് വിതരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടരുകയാണ്. ജില്ലാശുപത്രി, ശക്തൻ സ്റ്റാൻഡ്, ദിവാഞ്ചിമൂല, പുത്തൻപള്ളി തുടങ്ങി യാചകർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പൊതിച്ചോറുമായി ഡോക്ടർ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങും. വിശക്കുന്നവന് അന്നമാണ് ദൈവം. അതിനാൽ ഈ ഡോക്ടർ ഇവർക്ക് ദൈവതുല്യനാണ്. ദിവസവും 60ഓളം പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. കൂടാതെ മറ്റ് ജില്ലകളിലും ഡോക്ടറുടെ നേതൃത്വത്തിൽ തെരുവു മക്കൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണത്തിനു പുറമെ ഇറച്ചിയും മീനും അടങ്ങിയ വിഭവസമൃദ്ധമായ ഊണും ചില ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടാതെ ആഴ്ചയിലൊരിക്കൽ ബിരിയാണിയും നൽകുന്നുണ്ട്. നടക്കാൻ പറ്റാണ്ടും വയ്യാണ്ടിരിക്കുന്ന അവർ നോക്കി കണ്ടുപിടിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇവർക്കും എല്ലാവിധത്തിലും ആസ്വദിക്കണം, എല്ലാ എൻജോയ്മെൻറ്റും വേണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇവരെല്ലാം സിനിമ കൊണ്ടുപോവുക. സർക്കസ്, എല്ലാ സർക്കസും വന്നു കഴിഞ്ഞാൽ ഇവർ കാണിക്കും. താമസ സ്ഥലത്ത് തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. യാചകർക്ക് കുളിക്കാൻ സോപ്പ്, പല്ല് തേക്കാൻ ബ്രഷ്, പേസ്റ്റ് എന്നിവയ്ക്ക് പുറമെ മുഷിഞ്ഞ വസ്ത്രമുള്ളവർക്ക് പുതിയ ഷർട്ടും മുണ്ടും നൽകുന്നുണ്ട്. തീർന്നില്ല, 3 മാസത്തിലൊരിക്കൽ യാചകരോടൊത്ത് ഒരു വിനോദയാത്ര, വല്ലപ്പോഴും ഒരിക്കൽ ഒരു സിനിമ എന്നിവയ്ക്കും ഡോക്ടർ പോകും. അന്നം മാത്രം നൽകിയാൽ പോരാ, തെരുവിലെ ഭിക്ഷക്കാർക്കും സന്തോഷമുണ്ടാകണമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. തൃശ്ശൂരിൽ നടക്കുന്ന ഗ്രാൻഡ് സർക്കസ് കൂടാരത്തിലേക്കും യാചകരോടൊപ്പം ഡോക്ടർ എത്തി. 20ഓളം യാചകർക്ക് ചിക്കൻ കറി ഊണ് നൽകിയ ശേഷം VIP ടിക്കറ്റ് എടുത്ത് സർക്കസ് കാണിച്ചുവെന്നു മാത്രമല്ല, ഇവർക്ക് ഐസ്ക്രീം വാങ്ങി നൽകുകയും ചെയ്തു. സർക്കസ് റിങ്ങിലെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് തെരുവിൻ്റെ മക്കളുടെ മുഖത്ത് ആകാംക്ഷയും സന്തോഷത്തിൻ്റെ നറുമലരും വിടരുന്നുണ്ടായിരുന്നു. ഒരു നേരം പോലും വിശപ്പടക്കാനാകാതെ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പോലുമാകാതെ തെരുവിൽ അലയുന്നവർക്ക് നമ്മുടെ ജന്മദിനത്തിലെങ്കിലും ഭക്ഷണം നൽകിയാൽ നഗരവീഥികളിലെ കുപ്പത്തൊട്ടികളിലെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഇല്ലായ്മ ചെയ്യാനാകുമെന്ന സന്ദേശമാണ് ഡോക്ടർ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. TCV ന്യൂസ്, തൃശ്ശൂർ.